ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് പുതിയ തലമുറയിൽ നിന്ന് സിനിമ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു സംശയത്തിന് ഒരു ഉത്തരം പറയുകയുണ്ടായി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് സിനിമ പഠിക്കാൻ താല്പര്യമുണ്ട്, താങ്കളുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാനും താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേക വേതനമോ അതല്ലെങ്കിൽ ഭക്ഷണമോ താമസിക്കാനുള്ള സൗകര്യമോ ഒന്നും വേണ്ട, ഞങ്ങൾക്കിത് പഠിക്കാനുള്ള ഒരു അവസരം തന്നാൽ മതി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ സിനിമ ചുളിവിൽ പഠിക്കാൻ പറ്റിയൊരു സംഭവമല്ല. സിനിമ പല സെറ്റുകളിലും പോയി നമ്മളവിടെ താമസിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ജോലി ചെയ്ത് അവർക്ക് ആവശ്യമുള്ള നമ്മുടെ സേവനങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് സിനിമ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് സത്യമാണ്. കാരണം അങ്ങനെയാണ്. കാരണം സിനിമ പഠിക്കാൻ താല്പര്യമുള്ളവർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റൊക്കെ പോയിട്ട് സിനിമ പഠിക്കാൻ പോകുന്നുണ്ട്, ധാരാളം പണം ചിലവാക്കി. അവരൊക്കെ സിനിമയെക്കുറിച്ച് നല്ല പഠനം നടത്തി വരുന്നവരും അത് വേണ്ട ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ യോഗ്യത സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് വരുന്നവർ തന്നെയാണ്. അതിൽ പലരും ഈ പറഞ്ഞ പോലെ ഇന്നും അത്ര മുഖ്യധാരയിലേക്കൊന്നും വന്നിട്ടില്ല. പലരും നല്ല ലെവലിലൊക്കെ പോയ ആളുകളുണ്ട്. ഇപ്പം നമ്മുടെ പ്രശസ്തനായ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ, കെ ജി ജോർജ് മുതൽ ഉള്ള ആളുകളൊക്കെ നിലയിൽ നല്ല പ്രതിഭാധനരായ കുറേ ആളുകൾ നമ്മുടെ ലോകപ്രശസ്തരായിട്ട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നേരം പുലർന്ന് രാവും പകലും ഒക്കെ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്ത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളുടെ അനുഭവം, ആ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മുടെ പ്രതിഭയും കൂടെ നമ്മൾ അതിലേക്ക് നമ്മൾ സമന്വയിപ്പിച്ചിട്ട് നല്ലൊരു സിനിമ നമുക്ക് നിർമ്മിക്കാനും അല്ലെങ്കിൽ സംവിധാനം ചെയ്യാനും ഒക്കെ നമുക്ക് അതിനുള്ള ഈ പറഞ്ഞത് സംവിധാന രംഗത്തേക്കുള്ള മാത്രമല്ല ഞാൻ പറഞ്ഞത്, അഭിനയ രംഗത്താണെങ്കിലും മറ്റ് സാങ്കേതിക രംഗത്തൊക്കെ ആണെങ്കിൽ പോലും പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അതുമായിട്ട് വർക്ക് ചെയ്ത് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ബോധ്യം വന്ന് ആണ് നമ്മൾ സിനിമാ രംഗത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സിനിമയുടെ ആ ഘടനയും രൂപവും അതിൻ്റെ ഭാഷയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. കാരണം ആളുകളുമായിട്ട് പിന്നെ അതൊരു വലിയൊരു വ്യവസായമാണ്. അതുകൊണ്ട് തന്നെ ഓരോ കാൽവെപ്പുകളും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കും. കാരണം നമ്മൾ സമയവും നമ്മുടെ മറ്റുള്ള ഉത്തരവാദിത്ത കുറവ് കൊണ്ടും നഷ്ടപ്പെടുന്നത് ഇതിൻ്റെ നിർമ്മാതാവിൻ്റെ പണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും വളരെ കൃത്യമായി പണം ചിലവഴിച്ചുകൊണ്ട് മാത്രം കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും സേവനവും കൃത്യമായിരിക്കണം. അത് പഠിച്ചെടുത്ത ആളുകളാവുമ്പോൾ ആ പഠിച്ചെടുത്ത ആളുകൾക്ക് ആ കൃത്യമായിട്ട് ആ ജോലി ഇപ്പോൾ സംവിധായകനോ അല്ലെങ്കിൽ ക്യാമറാമാനോ അതല്ലെങ്കിൽ ഒരു നടീനടന്മാർക്കോ അവർക്കൊക്കെ കിട്ടുന്ന നിർദ്ദേശത്തിന് കണക്കായിട്ടായിരിക്കണം അവരവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രവർത്തിക്കുമ്പോൾ അവർ പറയുന്നത് ഉൾക്കൊള്ളാനും അതേപോലെ നമുക്കത് പ്രവർത്തിക്കാനും കഴിയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പഠനങ്ങളിലൂടെ തന്നെയാണ്, അനുഭവങ്ങളിലൂടെയും. പഠനം മാത്രമല്ല അനുഭവങ്ങളും. അപ്പോൾ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സിനിമാ രംഗത്ത് നമുക്കൊക്കെ എന്തെങ്കിലും സംഭാവന ചെയ്തു എന്ന് പറയാൻ കഴിയുന്നത്. തിരക്കഥയിൽ നിന്നുള്ള ഒരു സീനെടുത്ത് വിവിധ ഷോട്ടുകളായി വിഭജിച്ച മേഖലയിലും നമ്മൾ ശാസ്ത്രീയമായി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സിനിമാ രംഗത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഗുണിക്കുന്നത്. പുതിയ തലമുറ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു രീതിയിൽ ഒരു സിനിമ ഇത് ചെയ്യുന്നു എന്നുള്ളതല്ല.